കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായി. മൈക്രോസോഫ്റ്റ് അവരുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് ലോകത്തെ കാണിച്ചു. മൈറോണ 1 എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ലോകത്തെ കാണിച്ചത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ സർപ്രൈസ് ഇത്ര പെട്ടെന്ന് ഒരു ചിപ്പൊക്കെ മൈക്രോസോഫ്റ്റ് ഇറക്കി വിടും, ലോകത്തെ ഞെട്ടിക്കും എന്നുള്ള കാര്യം ആരും വിചാരിച്ചിരുന്നില്ല. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഒത്തിരി വർഷങ്ങൾ കൂടി ഇനിയും എടുക്കും എന്നുള്ള രീതിയിലാണ് കരുതിക്കൊണ്ടിരുന്നത്. കാര്യം അതിൻ്റെ ഡീപ്പർ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കറിയാം, നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് ലോകത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിലും ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ 1 GB ഡാറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്സ് ആണ്, സീറോസ് ആൻഡ് വൺസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ 8 ബിറ്റുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു ബൈറ്റായി. അതുപോലെ 1024 ബൈറ്റുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു കിലോ ബൈറ്റായി. 1024 കിലോ ബൈറ്റുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു മെഗാബൈറ്റായി. അങ്ങനെ 1024 മെഗാബൈറ്റുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരു GB ആയി. അപ്പോൾ അങ്ങനെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റാണ്. അപ്പോൾ ബിറ്റിന് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ ആണ് എപ്പോഴും ഉണ്ടാവുക, യെസ് ഓർ നോ അല്ലെങ്കിൽ ഓൺ ഓർ ഓഫ്. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിറ്റുകളാണ്. അപ്പോൾ ഈ ക്യൂബിറ്റുകൾക്ക് അത് 0 1 ആവാം, അതല്ലെങ്കിൽ രണ്ടും ഒരേ സമയത്താവാം. അങ്ങനെ പല വാല്യൂസ് അതിനുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് കൂടുതൽ ഡാറ്റ അതിന് ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ അതിന് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളൊരു ലൈബ്രറിയുടെ കേസ് എടുക്കുക. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്, ഭീകരമായിട്ട് വലിയൊരു ലൈബ്രറി. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പുസ്തകം, അവിടെ ഒത്തിരി ഷെൽഫുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കി തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി സമയം കൺസ്യൂം ചെയ്യുന്നൊരു പ്രോസസ്സായിരിക്കാം. അതേസമയം തന്നെ നമ്മളൊരു മാജിക്കൽ ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. ഈ ലൈബ്രറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പുസ്തകം എവിടെയായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരേ സമയം സ്കാൻ ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കാം. നമുക്ക് മാനുവലി പോയി ഓരോന്നായിട്ട് നോക്കുന്നതിന് പകരം ഒരേ സമയം സ്കാൻ ചെയ്ത് നമുക്ക് ആ ഒരു പുസ്തകം കിട്ടുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സിനാരിയോടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് പുസ്തകം കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞ സിനാരിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ കമ്പ്യൂട്ടിങ്, ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ക്യൂബിറ്റുകളുടെ പ്രത്യേകത. പക്ഷേ ഈ ക്യൂബിറ്റുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ ഒരു ക്യൂബിറ്റിൻ്റെ സ്റ്റേറ്റ് മറ്റേ ക്യൂബിറ്റിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നോയ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പെർഫോമൻസ് താറുമാറാവും. അതുപോലെ തന്നെ ഇത് എറേഴ്സൊക്കെ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇത്രയും കാലം വലിയ കമ്പനികളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗൂഗിളും IBM ഒക്കെ ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വന്നിട്ട് അവരൊരു വേറൊരു മെത്തഡോളജി ഫോളോ ചെയ്തിട്ട് അവർ പുതിയ സ്റ്റേറ്റ് വരെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവർ കുറേ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പല സ്റ്റേറ്റുകൾ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതുപോലെ തന്നെ പ്ലാസ്മയുണ്ട്. അതുകൂടാതെ വേറൊരു സ്റ്റേറ്റ് ഇവർ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്, ഒരു ടോപ്പോളജിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റിനകത്ത് മൈറോണ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ അവർക്ക് കാണാൻ പറ്റി. അപ്പോൾ ആ പാർട്ടിക്കിളിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വച്ചിട്ട് അവരൊരു കോർ ഉണ്ടാക്കി. അപ്പോൾ ആ കോറിനകത്ത് മില്യൺ കണക്കിന് ക്യൂബിറ്റുകളെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചിപ്പ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചതെന്നുള്ള കാര്യമാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മൈക്രോസോഫ്റ്റ് ഈ ഒരു ചിപ്പ് ലോകത്തെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിലാണ്. പക്ഷെ വരും വർഷങ്ങളിൽ ഇതൊക്കെ ബെറ്റർ ആവും. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കലി, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, 2 കെമിക്കൽസ് എടുത്തിട്ട് അത് വർക്കാവുമോ ഇല്ലയോ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാവില്ല. അത് ചെയ്യാതെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം അതിന് തരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മെഡിസിൻ ഡെവലപ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലേക്ക്, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിങ്, അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ ബാറ്റിൽ ചെയ്യാനായിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കൊണ്ട് വരും വർഷങ്ങളിൽ ഇതിനകത്ത് ഈ ഒരു ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് വളർത്തി കഴിയുമ്പോൾ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് മൈക്രോസോഫ്റ്റിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ
ഇതിന് മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇത് ഇവർ അവകാശപ്പെടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. വരും വർഷങ്ങളിൽ ചിലപ്പോൾ വേറെയും കോംപ്ലിക്കേഷൻസ് വരാം, വേറെയും വലിയൊരു ബ്ലോക്ക് ഇവരുടെ മുമ്പിൽ വരാം. പക്ഷേ AI-യും അതുപോലെ തന്നെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ AI ആണെങ്കിലും മെച്ചപ്പെടും, അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണെങ്കിലും മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇൻ എ ഫ്യൂ ഇയേഴ്സ് എവറിത്തിങ് വിൽ ചേഞ്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.